നമസ്കാരം. വൈശാലി കമ്മ്യൂണിക്കേഷൻസ്. ഇന്നത്തെ വാർത്ത ഒരു സാഹസിക യാത്രയുടെയാണ്. നേവിയിൽ ലഫ്റ്റനന്റ് കമാൻഡറായ ഒരു പെൺകുട്ടി അതിസാഹസികമായാണ് 6 മാസം കൊണ്ട് അറബിക്കടലിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ലോകം ചുറ്റിയത്. കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശി ദിൽനയെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 2014 നാവികസേനയിലെത്തിയ ദിൽന സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന പരേതനായ ടി ദേവദാസിൻ്റെയും റീജ ദേവദാസിൻ്റെയും മകളാണ്. ലോകയാത്രയ്ക്കായി നാവികസേന പരിശീലിപ്പിക്കുന്ന 2 വനിതാ ഓഫീസർമാരിൽ ഒരാളാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന. സമുദ്ര പര്യടന പരിശീലനത്തിൻ്റെ 2ാം ഘട്ടമായി ഗോവയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ വഴി ബ്രസീലിലെ റിയോ ഡി ജനൈറോ വരെയും തിരികെ ട്രാൻസ്ലാന്റിക് പര്യടനവുമാണ് ദിൽന വിജയകരമായി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം നവംബർ 17 ഗോവയിൽ നിന്ന് പുറപ്പെട്ട INSV തരിണി 188 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മേയിലാണ് ഗോവൻ തീരത്തെത്തിയത്. കൊടുങ്കാറ്റിനെയുൾപ്പെടെ അതിജീവിച്ചായിരുന്നു പായവഞ്ചിയിൽ ദിൽനയുടെ സമുദ്രയാത്ര. ജന്മനാടായ കോഴിക്കോട് പറമ്പിൽക്കടവ് പ്രദേശം വീരോചിതമായ സ്വീകരണമാണ് ദിൽനക്ക് നൽകിയത്. വാദ്യമേളത്തിൻ്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകളാണ് ഭാരതത്തിൻ്റെ ധീരപുത്രിയെ വരവേൽക്കാനെത്തിയത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്ന പരാതി നാട്ടുകാർക്കുണ്ട്. വൈശാലി കമ്മ്യൂണിക്കേഷൻസിനു വേണ്ടി പറമ്പിൽക്കടവിൽ നിന്ന് MC സുധേഷ് കുമാർ.